ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തായി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ പാർസലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാമോളം ഞാൻ ബോൺലെസ് ചിക്കൻ ഇങ്ങനെ ചെറിയ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കലാന്ന്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കലാന്ന്. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാന് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ചിക്കനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒരു 2 സവാള അരിഞ്ഞത് അതൊന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് സവാള നല്ലോണം കുക്കാവേണ്ട, ഒരു മിനിറ്റ് 2 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസും, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചില്ലി സോസും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി ഞാൻ ഇതിന് വേണ്ട ബ്രെഡിൻ്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച മൈദയുടെ മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു ചപ്പാത്തിൻ്റെ രൂപത്തിലൊന്ന് പരത്തിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് കെച്ചപ്പും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പരത്തിയെടുത്തതിൻ്റെ നടുവിലായിട്ട് ഒരു ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മയോണൈസിൻ്റെ കെച്ചപ്പിൻ്റെ സോസ് ഒന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീത്ത അതിലൊരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ആ മയോണൈസിൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കക്കിരിയും പിന്നെ സവാളയും സവാളയും പിന്നെ 2 കഷ്ണം തക്കാളിയും അതും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീത്തെ വീണ്ടും ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുക. മയോണൈസ് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ഒന്ന് കമഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒന്ന് മടക്കിയിട്ടെടുക്കുക. അങ്ങനെ ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഒരു പാർസലിൻ്റെ പെട്ടി രൂപത്തിൽ നമുക്ക് ഒരു ബോക്സിൻ്റെ രൂപത്തിൽ കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈയോടൊന്ന് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുത്താൽ നമ്മുടെ ബോക്സ് ഒന്ന് റെഡിയായി. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഓരോ ബോക്സും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കലാണ്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ബോക്സും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന്. അങ്ങനെ എല്ലാ ബോക്സും ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ പാർസലപ്പം ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഇങ്ങനത്തെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ.